ഹേ ഓൾ, എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് ഫോർട്ട് കൊച്ചി വരെ ഒന്ന് പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ വാട്ടർ മെട്രോയ്ക്കാണ് പോകുന്നത്. ആദ്യമായിട്ടാണ് കേട്ടോ ഞങ്ങൾ വാട്ടർ മെട്രോ കയറുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാനൊരു സെപ്പറേറ്റ് വ്ളോഗായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഫോർട്ട് കൊച്ചി എത്തി. ഉച്ചയായപ്പോഴാണ് കേട്ടോ ഞങ്ങൾ എത്തിയത്. അപ്പോൾ നല്ല വിശപ്പായിരുന്നു. അപ്പം ഞങ്ങൾ ഓർത്തു കായ്സ് ബിരിയാണി ഒന്ന് കഴിച്ചാലോ എന്ന്. അപ്പോൾ ഞങ്ങൾ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് ഒരു ഓട്ടോയ്ക്കാണ് കേട്ടോ പോകുന്നത്. എല്ലാവരും കൂടെ തിക്കി നിറച്ച് ആ ഓട്ടോയ്ക്കകത്ത് കയറിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ കായ്സ് ബിരിയാണി ലക്ഷ്യമാക്കി നടക്കുകയാണ്. ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ കായ്സ് ബിരിയാണി. എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഭയങ്കര അടിപൊളിയാണ്. ഞാനിങ്ങനെ കുറേ റിവ്യൂസൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണെന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമല്ലോ ഇന്ന്. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ നല്ല ക്യൂ ആയിരുന്നു കേട്ടോ. ഏകദേശം 1 മണി 1:30 ആയിരുന്നു. നല്ല വിശപ്പും ആൾക്കാർ ഇങ്ങനെ അവിടെ ഇവിടെയായിട്ട് ക്യൂ ആയിട്ട് നിൽക്കുവാണ്. ഓരോ ടേബിളിൻ്റെ കീഴിലായിട്ട് ഒരാൾ എണീക്കുമ്പോൾ അടുത്തയാൾ സീറ്റ് പിടിക്കുന്ന രീതിയിലാണ്. ഞങ്ങളാണെങ്കിൽ ഞങ്ങളുടെ വിശപ്പ് കാരണം അവരാദ്യം കുറച്ച് സാലഡും പപ്പടമൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ ഓർഡർ ചെയ്തത് ചിക്കൻ ബിരിയാണിയാണ്. മട്ടനും ഉണ്ടായതെന്ന് തോന്നുന്നു. പക്ഷേ പിള്ളേരെല്ലാവരും കഴിക്കുന്നത് ചിക്കൻ ആയതുകൊണ്ട് എല്ലാവരും ചിക്കൻ ബിരിയാണി പറയാമെന്ന് വെച്ചു. അങ്ങനെ ഫൈനലി ബിരിയാണി വന്നു കേട്ടോ. ഞാൻ ആക്ച്വലി കൈമ റൈസ് വെച്ചിട്ടുള്ള ബിരിയാണിയാണ് എക്സ്പെക്റ്റ് ചെയ്തത്. അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. പക്ഷേ കുഴപ്പമില്ല, ഇത് വലിയ റൈസ് ആയിരുന്നു. അത് ഓക്കെയാണ് എനിക്ക്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ജാതിപ്പത്തയുടെ ഒരു ടേസ്റ്റ്, അതിൻ്റെ ഒരു ഫ്ലേവർ ഞാൻ എടുത്ത ആദ്യത്തെ ആ ഒരു ബൈറ്റിലുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എൻ്റെ മൊത്തത്തിൽ എൻ്റെ മനസ്സ് മടുത്തിട്ടോ. പക്ഷേ ബേസിലിനും ചേച്ചിക്കൊക്കെ വലിയ കുഴപ്പമില്ലായിരുന്നു. അവർക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് എന്താണോ അത്ര അങ്ങ് പിടിച്ചില്ല. ഇനി ചിലപ്പോൾ എനിക്ക് കിട്ടിയ ആ ഒരു മസാല ആ ഒരു പ്ലേറ്റിൽ മാത്രമായിരിക്കും പ്രശ്നം ഉണ്ടായിരുന്നത്, അറിയില്ല കേട്ടോ. അങ്ങനെ പിള്ളേർ ബിരിയാണിയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അവർക്ക് ലോലിപ്പോപ്പ് വേണമെന്ന് തോന്നുന്നു. അങ്ങനെ നോയിയുടെ ചേട്ടനും കൂടെ എഡുവും കൂടെ ലോലിപ്പോപ്പൊക്കെ കഴിച്ച് 1-2 വർത്താനൊക്കെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഓട്ടോ വിളിച്ചിട്ട് മട്ടാഞ്ചേരി വരെ ഒന്ന് പോകാമെന്ന് വെച്ചു. ഇത് മട്ടാഞ്ചേരി ഡച്ച് പാലസ് ആണേ. അപ്പോൾ ഞങ്ങൾ പിള്ളേരെയൊക്കെ കൂട്ടിയിട്ട് അവരിതുവരെ കണ്ടിട്ടില്ല. ഞാൻ ഓൾറെഡി വന്നിട്ടുണ്ട് കേട്ടോ. ആകെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വീക്കെൻഡ് ആയതുകൊണ്ട് നല്ല തിരക്കുമായിരുന്നു, അത്യാവശ്യം നല്ല ചൂടുമായിരുന്നു കേട്ടോ. അവിടെ ഫാമിലി ആയിട്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ബേബി ഗേൾസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നോയിക്കാണെങ്കിൽ അവരൊക്കെ ആയിട്ട് ഫ്രണ്ട്സ് ആവാൻ ഭയങ്കര ആഗ്രഹം. അമ്മയെ വാന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ടൊക്കെ പോകുന്നുണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ടിക്കറ്റ് എടുത്തു ഡച്ച് പാലസിൽ കയറി കാണാനായിട്ട്. അവിടെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരുപാട് ഡീറ്റെയിൽസും ഫോട്ടോസും അങ്ങനെ ഒരുപാട് സ്റ്റോറീസൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഈ നോയുടെ പുറകെ നടക്കുന്നുണ്ട്, അതൊന്നും അത്ര ഡീറ്റെയിൽ ആയിട്ട് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് ജൂ ടൗണിലേക്കാണ്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുറേ ആൻറ്റിക് ഷോപ്പുകളും അതുപോലെ തന്നെ സ്പൈസസും ഹാൻഡിക്രാഫ്റ്റ്സും അങ്ങനെ ഒരുപാട് ഐറ്റംസും ഷോപ്പുകളും ഉണ്ട്. നമുക്ക് കാണാനാണ് ഇഷ്ടം പോലെയുണ്ട്. ഇത് സ്ഥിതി ചെയ്യുന്നത് മട്ടാഞ്ചേരി പാലസിൻ്റെയും സിനഗോഗിൻ്റെയും ഇടയ്ക്കാണ് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് സിനഗോഗ് കാണാനാണ്. ഈ സിനഗോഗിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ചെരുപ്പ് ഊരി പുറത്തിടണമെന്ന് അവർ പ്രത്യേകം പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നല്ല തണുപ്പാണ്, നല്ല ലൈറ്റ്സും. നമുക്ക് കുറച്ച് നേരം ഈ വെയിലത്ത് നിന്നൊക്കെയാണല്ലോ നമ്മൾ വരുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഇവിടെ റെസ്റ്റൊക്കെ എടുത്തിട്ട് പോകാവുന്നതാണ്. പിന്നെ ഈ സിമ്പൽ നിങ്ങൾ എസ്ര സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇത് ദ സ്റ്റാർ ഓഫ് ദ ഡേവിഡ് എന്ന് പറയുന്ന ജൂതന്മാരുടെ സിമ്പലാണ്. ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ജൂ സ്ട്രീറ്റിൽ നിന്ന് തിരിച്ച് ഫോർട്ട് കൊച്ചിക്ക് തന്നെ പോകാമെന്ന് വെച്ചു. അപ്പോൾ ഞങ്ങൾ ഓട്ടോ വിളിച്ചിട്ടാണ് കേട്ടോ പോകണേ. ഇത്രയും നേരത്തിന് നമ്മൾ നന്നായിട്ട് ടയേർഡായി. ഞങ്ങൾ കുറച്ച് കരിക്കും വെള്ളമൊക്കെ കുടിച്ച് ഒന്ന് റിഫ്രഷൊക്കെ ചെയ്തിട്ടാണ് തിരിച്ചു പോകുന്നത്. പക്ഷേ പിള്ളേർക്ക് എന്നാലും ഫുൾ എനർജിയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഈ ഫോർട്ട് കൊച്ചി ബീച്ചിൻ്റെ അടുത്തൊരു നെഹ്റു പാർക്കുണ്ട്, ചിൽഡ്രൻസ് പാർക്കാണ്. അപ്പോൾ നമ്മൾ പിള്ളേരെ കുറച്ച് നേരം ഫ്രീ ആയിട്ട് അങ്ങ് വിട്ടു. ഞങ്ങൾക്ക് കുറച്ച് നേരം റിലാക്സ് ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫോർട്ട് കൊച്ചി സ്റ്റേഷനിൽ നിന്ന് തിരിച്ച് മെട്രോയ്ക്കാണ് കേട്ടോ, വാട്ടർ മെട്രോയ്ക്കാണ് പോകുന്നത്. അപ്പോൾ പോയിട്ട് ടിക്കറ്റൊക്കെ എടുത്തു. കുറച്ച് വെയിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് കയറാൻ പറ്റിയത്. അങ്ങനെ ഞങ്ങൾ മറൈൻ ഡ്രൈവ് എത്തിയിട്ടോ. മറൈൻ ഡ്രൈവ് എത്തിയിട്ട് ഒരു കുലുക്കി കുടിക്കാതെ എങ്ങനെയാണ് പോവുക. അപ്പോൾ ഞങ്ങൾ ഓരോ കുലുക്കി പറഞ്ഞു. ബൂസ്റ്റ് കുലുക്കിയും പിന്നെ പച്ചമാങ്ങ കുലുക്കിയാണ് പറഞ്ഞത്. എനിക്ക് ഏറ്റവും ഇഷ്ടം പച്ചമാങ്ങ കുലുക്കിയാണ്. എനിക്കിപ്പോഴും കാണാൻ ഇഷ്ടമുള്ളൊരു കാഴ്ചയാണ് കേട്ടോ ഈ കുലുക്കി അടിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ കുലുക്കി അടിക്കുന്ന ചേട്ടന്മാരുടെ ഒരു ഫാനും കൂടെയാണ് കേട്ടോ ഞാൻ. ഇവരെന്ത് സ്കില്ലല്ലേ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. നമ്മൾ വല്ലവരാണെങ്കിൽ ഈ ഗ്ലാസ്സൊക്കെ പൊട്ടിപ്പോവില്ലേ. പക്ഷേ ഇവർക്ക് ഇങ്ങനെ ഇടയ്ക്ക് മിസ്റ്റേക്കൊക്കെ വരാറുണ്ടെന്നാണ് ബേസിൽ പറഞ്ഞത് കേട്ടോ. ഞാൻ വന്നപ്പോൾ ഇതുവരെ ഞാൻ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. പക്ഷേ ബേസിൽ പറഞ്ഞിട്ടുണ്ട് ഇവരുടെ കയ്യിൽ നിന്ന് ഗ്ലാസ്സൊക്കെ വീണ് പൊട്ടാറുണ്ടെന്ന്. ബൂസ്റ്റ് കുലിക്കും പച്ചമാങ്ങ കുലിക്കും രണ്ടും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുലിക്കൊക്കെ കുടിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ബൈ.